സ്വർഗമൊക്കെ ഉണ്ടാവും. ഒരു 50-50 ചാൻസ്. ചിലപ്പോൾ ഇവിടെ കൊണ്ടെല്ലാം അങ്ങ് തീരും, ചിലപ്പോൾ നാളെ പരലോകമൊക്കെ ഉണ്ടാവാം. 100% പരലോകമുണ്ട് എന്ന് വിശ്വസിച്ച് പ്രവർത്തിക്കുന്ന ആളുകൾ വളരെ കുറവാണ്. അങ്ങനെയുള്ള ആളുകൾക്ക് ഒരു പൈസ തട്ടിപ്പെടുത്താൻ പറ്റത്തില്ല. 1 രൂപ. അയാൾക്ക് ചിലപ്പോൾ അയാളെ ഭാഗത്ത് തെറ്റുകൾ സംഭവിക്കാം, എന്നാൽ ഒരാളെ അയാൾ മനഃപൂർവ്വമായിട്ട് ഉപദ്രവിക്കില്ല. ചിലപ്പോൾ അയാളിൽ എന്തെങ്കിലുമൊക്കെ സ്വാഭാവികമായിട്ടും മാനുഷികമായും സംഭവിക്കാവുന്ന തെറ്റുകളൊക്കെ ചിലപ്പോൾ സംഭവിച്ചേക്കാം. പക്ഷെ എന്നാലും അയാൾ എന്ത് ചെയ്യില്ല, ഒരു മനുഷ്യനെയും വഞ്ചിക്കത്തില്ല, ഒരു മനുഷ്യൻ്റെ കയ്യിൽ നിന്ന് ഒന്നും മോഷ്ടിക്കത്തില്ല, ഒരാളുടെയും അന്യായമായ അവകാശത്തെ നിഷേധിക്കുകയോ ആ അവകാശത്തെ ഹനിക്കുകയോ ചെയ്യില്ല, ഒരു മനുഷ്യനോടും അമാന്യമായി പെരുമാറില്ല. ഏതോ ആവട്ടെ, ഒരു മൃഗം, ഒരു പൂച്ച, ഒരു പട്ടി, ഒരു നായ, അതിനോട് പോലും അമാന്യമായി അയാൾക്ക് പെരുമാറാൻ കഴിയില്ല. അയാൾ ഏത് അടച്ചിട്ട മുറിക്കകത്തിരുന്നാലും അയാൾക്കുള്ളിൽ ഒരു ധാർമ്മിക ബോധമുണ്ടാകും, അയാൾക്കുള്ളിൽ ഒരു സമുന്നതമായ വിചാരമുണ്ടാകും. അത് മദീനയിൽ നിന്ന് പുന്നാര ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രദീപ്തമാക്കിയ പ്രകാശം അയാളുടെ ഹൃദയത്തിൻ്റെ അകത്തളത്തിലിരുന്ന് ഇങ്ങനെ ജ്വലിച്ചുകൊണ്ടേയിരിക്കും. ആ പ്രകാശത്തിൻ്റെ പ്രതിസ്ഫുരണങ്ങൾ അയാളുടെ തലമണ്ഡലങ്ങളെ കൺട്രോൾ ചെയ്യും. അയാൾക്ക് തിന്മയോടിങ്ങനെ എപ്പോഴും, ചിലപ്പോൾ തിന്മ അയാളുടെ ജീവിതത്തിൽ സംഭവിച്ചേക്കാം, പക്ഷെ നിരന്തരം തിന്മയിൽ ഇങ്ങനെ ജീവിക്കാൻ അയാൾക്ക് കഴിയില്ല. അയാൾ അതിൽ നിന്നും പിൻവാങ്ങും. അതിനെന്തു വേണം? നമുക്ക് നമ്മുടെ അടിസ്ഥാനം, നമ്മുടെ ഈമാൻ, അൽ ഈമാനു ബില്ലാഹ്, ദ ബിലീഫ് ഇൻ അല്ലാഹ്, അത് വളരെ 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 സമുന്നതമായൊരു സംഭവമാണ്.